Hello guys, this is the second part video on tuberculosis in the pathology. So, this is our primary TB and secondary TB and difference. Primary TB is previously infected individual primary TB first exposure to this organism. Secondary TB is previously sensitized individual mycobacterium species sensitized individual ഒരു റീഇൻഫെക്ഷൻ അല്ലെങ്കിൽ റീആക്ടിവേഷൻ ആണ് സെക്കൻഡറി ടി ബി എന്ന് പറയുന്നത്. പ്രൈമറി ടി ബി എന്ന് പറയുമ്പോഴത്തേക്കും ഒരു എക്സോജീനസ് ആയിട്ടുള്ള ഒരു സോഴ്സ് ആയിരിക്കും വരിക. സെക്കൻഡറി ടി ബി എന്ന് പറയുമ്പോൾ എന്താ, സെക്കൻഡറി ടി ബി എന്ന് പറയുമ്പോഴത്തേക്കും വിത്തിൻ റീആക്ടിവേഷൻ അല്ലെങ്കിൽ റീഇൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ വിത്തിൻ ദ സെയിം ഇൻഡിവിജ്വലിൽ തന്നെയാണല്ലോ, അതുകൊണ്ട് ദർ എൻഡോജിനസ് ടി ബി ആയിരിക്കും വരിക. ഓക്കെ, സോഴ്സ് പറയുമ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് മോർഫോളജിയാണ്. മോർഫോളജിയിൽ മെയിൻലി സൈറ്റ്. പ്രൈമറി ടി ബി ആണെങ്കിൽ ലങ്ങിൽ വരാം, ഇൻഡസ്റ്റൈനിൽ എഫക്റ്റ് ആവാം, ടോൺസിൽ ആൻഡ് സ്കിൻ, ഇവിടെയൊക്കെയാണ് കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്നത്. ഇൻഡസ്റ്റൈനിലും ടോൺസിൽസിലും സ്കിന്നിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും മെയിൻലി അവർ ലങ് ഇൻഫെക്ഷൻ ഉണ്ടാവും, കൂടാതെ ഒരു ലിംഫാഡിനൈറ്റിസും കാണും, ഏതെങ്കിലും ലിംഫ്. ഇപ്പം ടോൺസിലാണെങ്കിൽ സർവൈക്കൽ ലിംഫാഡിനൈറ്റിസ് ആയിരിക്കും, കൂടാതെ ലങ് ഇൻവോൾവ്മെൻറ്റ് ഇല്ലാതെ ലങ് ലീഷൻസ് ഉണ്ടാവും, അലോങ് വിത്ത് ദാറ്റ് സർവൈക്കൽ ലിംഫാഡിനൈറ്റിസ് ഉണ്ടാവും. ഇൻഡസ്റ്റൈനിലാണെങ്കിലോ ലങ് ലീഷൻസ് ഉണ്ടാവും, അലോങ് വിത്ത് മിസെൻട്രിക് ലിംഫാഡിനൈറ്റിസ് ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് ലങ്സിനെ കുറിച്ച്. ലങ്സിന് അതൊരു ഗോൺസ് ലീഷൻ ഉണ്ടാക്കും. ഗോൺസ് ലീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും ഒരു നെക്രോട്ടിക് ഏരിയ ആണ്. ഓക്കെ, കേഷ്യസ് നെക്രോസിസ് ഗ്രാനുലോമ ഫോർമേഷനുള്ളൊരു ഏരിയ. യൂഷ്വലി അപ്പർ പാർട്ട് ഓഫ് ലോവർ പാർട്ട് ഓഫ് അപ്പർ ലോബിലായിരിക്കും അത് ഡെവലപ്പ് ചെയ്യുന്നത്. ആൻഡ് റീസണൽ ലിംഫാഡിനൈറ്റിസം കൂടെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഗോൺസ് ലീഷൻ. ഗോൺസ് കോംപ്ലെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും ലങ്ങിൽ തന്നെ എലോങ് വിത്ത് ദി ലങ് ലീഷൻ ഒരു റീജണൽ ലിംഫാഡിനൈറ്റിസ് ഡെവലപ്പ് ചെയ്യും. ആ ഒരു കോമ്പിനേഷനെയാണ് ഗോൺസ് കോംപ്ലെക്സ് എന്ന് വിളിക്കുന്നത്. മൈക്രോസ്കോപ്പിക്കലി നമുക്ക് ഗ്രാനുലോമ ഫോർമേഷൻ ഇരിക്കും. ഗ്രാനുലോമ ഫോർമേഷൻ എന്ന് പറയുമ്പോൾ എന്താ, നടുക്ക് കേഷ്യസ് നെക്രോസിസ് കാണാൻ പറ്റും, ഇതിൻ്റെ നെക്രോസിസ് മെറ്റീരിയൽ കാണാൻ പറ്റും. ആൻഡ് സറൗണ്ടഡ് ബൈ എപ്പിത്തീലിയോഡ് സെൽസ്. എപ്പിത്തീലിയോഡ് സെൽസ് എന്ന് പറയുമ്പോൾ എന്താ, ആക്ടിവേറ്റഡ് മൈക്രോഫേജിനെ കൺവേർട്ടഡ് ടു എപ്പിത്തീലിയോഡ് സെൽസ്. ആ എപ്പിത്തീലിയോഡ് സെൽസ് സറൗണ്ടിങ്ങിൽ കാണാൻ പറ്റും. ഇത് അഗ്രിഗേറ്റ് ചെയ്തിട്ട് ജൈൻറ്റ് സെൽസിൽ ഇപ്പോൾ കാണാൻ പറ്റും. അതായത് ലാംഗ്ഹാൻഡ് അപ്പോൾ ജൈൻറ്റ് സെൽസ്, ലാംഗ്ഹാൻഡ് ജൈൻറ്റ് സെൽസ് കാണാൻ പറ്റും. ആൻഡ് അതിനെ സറൗണ്ട് ചെയ്തിട്ട് ലിംഫോബ്ലാസ്റ്റും അതിന് ചുറ്റിനുമായിട്ട് ഫൈബ്രോബ്ലാസ്റ്റ് ആയിരിക്കും മൈക്രോസ്കോപ്പിക്കലി കാണുന്നത്. ദെൻ AFP സ്റ്റെയിനിങ് പോസിറ്റിവിറ്റി കാണിക്കും. ഓക്കെ, റെയർലി. പിന്നെ വരുന്നത് സെക്കൻഡറി ടി ബി ആണ്. സെക്കൻഡറി ടി ബി എന്ന് പറയുമ്പോഴത്തേക്കും പ്രീവിയസ്ലി സെൻസിറ്റൈസ്ഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിനാണ് സെക്കൻഡറി ടി ബി ഡെവലപ്പ് ചെയ്യുന്നത്, ഏതോ ത്രൂ റീആക്ടിവേഷൻ അല്ലെങ്കിൽ റീഇൻഫെക്ഷൻ. അതിന് മോർഫോളജി പറയുന്നുണ്ട്. മോർഫോളജിയിൽ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ മെയിൻലി അപ്പർ പാർട്ട് ഓഫ് അപ്പെക്സ് ഓഫ് ദി അപ്പർ ലോബിലായിരിക്കും കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്നത് സൈറ്റ്. ദെൻ ഇനീഷ്യലി പോലെയല്ല, ഇതിൻ്റെ അപ്പിയറൻസ് വേറെ. പല ഒരു ലങ്സിൽ തന്നെ പല കുറേ കുഞ്ഞു കൺസോൾട്ടേഷൻസ് ആയിട്ട് ഫോം ആയിട്ടുള്ള യെല്ലോയിഷ് ഏരിയ, ഗ്രേ വൈറ്റ് ടു യെല്ലോ കളർ ഷാർപ്പ് സർക്കംസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയാസ് ആയിരിക്കും കാണാൻ പറ്റുന്നത് ഇവർക്ക്. സോ ഇതിനെ നമുക്ക് മിലിയറി ടി ബി എന്ന് വിളിക്കാൻ പറ്റും. ദെൻ മൈക്രോസ്കോപ്പിക്കലി ഇവർക്ക് ഗ്രാനുലോക്കേഷ്യേറ്റിക് ഗ്രാനുലോമാസ് കാണാൻ പറ്റും. ക്യാവിറ്റേഷൻസ് കാണാൻ പറ്റും. ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ ഒരു പോസിറ്റീവ് കാണിക്കും. ദെൻ ഫേറ്റ് ഓഫ് സെക്കൻഡറി ടി ബി പറയുന്നത്, സെക്കൻഡറി ടി ബിയുടെ ഫേറ്റ് എന്ന് പറയുമ്പോൾ ഏതൊരു ഹീലിംഗ് അല്ലെങ്കിൽ പ്രോഗ്രഷൻ നടക്കും, സ്പ്രെഡ് നടക്കും. ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഹീലിംഗ് ത്രൂ ഫൈബ്രോസിസ് അല്ലെങ്കിൽ കാൽസിഫിക്കേഷൻ. സ്പ്രെഡ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇറ്റ് ക്യാൻ സ്പ്രെഡ് ടു ലങ്സ്, അങ്ങനെ മിലിയറി ടി ബി ഡെവലപ്പ് ചെയ്യാം. അല്ലെങ്കിൽ ഇറ്റ് സ്പ്രെഡ് ടു ദി ഇൻറ്റസ്റ്റൈൻ, കോസിങ് ഇൻറ്റസ്റ്റൈനൽ ടി ബി ഡെവലപ്മെൻറ്റ്. അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹിമോപ്ടൈസിസ് ഡെവലപ്പ് ചെയ്യാം. ഹിമോപ്ടൈസിസ് അറിയാമല്ലോ, ബ്ലഡ് കഫിങ് അപ്പ്, ദാറ്റ് ഇസ് ബ്ലഡ് സ്റ്റെയിൻഡ് സ്പ്യൂട്ടം കഫ് അപ്പ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ അത് മിലിയറി ടി ബി ഡെവലപ്പ് ചെയ്യും. മിലിയറി ടി ബി എന്ന് പറയുമ്പോൾ മിലിയറിയിൽ സിസ്റ്റമിക് ടി ബി ഡെവലപ്പ് ചെയ്യും. സിസ്റ്റമിക് ടി ബി എന്ന് പറയുമ്പോൾ പല ഓർഗൻസിനെ എഫക്റ്റ് ചെയ്യും. ബ്രെയിനിനെ എഫക്റ്റ് ചെയ്യാം, ലിവറിനെ എഫക്റ്റ് ചെയ്യാം, വെർട്ടിബ്ര എഫക്റ്റ് ചെയ്യാം, ലങ് എഫക്റ്റ് ചെയ്യാം, സ്പ്ലീൻ, അഡ്രീനൽ ഗ്ലാൻഡ്, ബോൺ ആൻഡ് ഓസ്റ്റിയോയിഡ്, ദാറ്റ് ഇസ് ഓസ്റ്റിയോമൈലൈറ്റിസ്. ഇതൊക്കെ മെനിഞ്ചൈറ്റിസ്, ഓസ്റ്റിയോമൈലൈറ്റിസ് അതൊക്കെ ഡെവലപ്പ് ചെയ്യാം. അതാണ് സിസ്റ്റമിക് ആയിട്ടുള്ള ഇൻവോൾവ്മെൻറ്റ്. ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഈ വീഡിയോയിൽ ഇതിൻ്റെ ഡിഫറൻസും പറയുന്നുണ്ട്, പ്രൈമറി ടി ബിയും സെക്കൻഡറി ടി ബി ആയിട്ടുള്ള ഡിഫറൻസ്. ഇപ്പോൾ പ്രൈമറി ടി ബിനെ കുറിച്ച് ആദ്യം പറയും, പിന്നെ സെക്കൻഡറി ടി ബിയെ കുറിച്ച് പറയും, പിന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ട്. കോംപ്ലിക്കേഷൻസ് പറയുമ്പോൾ എന്തൊക്കെയാണ്, ഹിമോപ്ടൈസിസ്, ബ്രോങ്കോ പ്ലൂറൽ ഫിസ്റ്റുല ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, നാസ്പെസിലോമ, ഇതൊക്കെയാണ് കോംപ്ലിക്കേഷൻ വരുന്നത്. ഇതുകൂടാതെ ഇതിൻ്റെ ഡിഫറൻസ് നമ്മൾ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട്, പ്രൈമറി ടി ബിയും സെക്കൻഡറി ടി ബി ആയിട്ടുള്ള ഡിഫറൻസ്. പ്രൈമറി tuberculosis. So what is primary tuberculosis? Definition: initial infection that occurs on first exposure to the organism in an unsensitized immunocombatant individual. So normal individual ആണ്, immunocombatant ആയിട്ടുള്ള ഇൻഡിവിജ്വൽ, അൺസെൻസിറ്റൈവ്, പ്രീവിയസ്ലി ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. അപ്പം അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വലിന് ഫസ്റ്റ് എക്സ്പോഷർ ടു ദിസ് ഇൻഫെക്ഷൻ കോസസ്
Primary tuberculosis, that is initial infection that occurs on a first exposure to the organism in an unsensitized immunocompetent individuals. ഇതിൻ്റെ മോർഫോളജി എന്തൊക്കെയായിരിക്കും? അതിൻ്റെ മോർഫോളജി എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രോസ് ഏതൊക്കെയായിരിക്കും അതിൻ്റെ സൈഡ് ആയിട്ട് എന്ന് പറയുമ്പോൾ ലങ്ങിൽ വരാം, ഇൻറ്റസ്റ്റൈൻ, ടോൺസിൽസ്, സ്കിൻ. സ്കിൻ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് സ്കിൻ ടു സ്കിൻ കോൺടാക്റ്റ് വരാമല്ലോ. ലങ്സിൽ വരാം റെസ്പിറേറ്ററി ഡ്രോപ്ലെറ്റ്സ് വഴി. സംടൈംസ് ഇഞ്ചക്ഷൻ, കൺസപ്ഷൻ ഓഫ് ദിസ് കഫ്, അങ്ങനെ ലൈക്ക് ഓൾറെഡി ലങ് ഇൻഫെക്ഷൻ, ട്യൂബർക്ലോസിൻ്റെ ഇൻഫെക്ഷൻ ലങ്ങിലുള്ള ഒരാൾ കഫപ്പ് ചെയ്യുന്ന സ്പ്യൂട്ടം സ്വാളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻറ്റസ്റ്റൈനിൽ വരാം. അതല്ലാതെ അൺപാസ്ചറൈസ്ഡ് ആയിട്ടുള്ള മിൽക്ക് കൺസപ്ഷൻ ഫ്രം ആൻ ഇൻഫെക്റ്റഡ് കൗ എന്തുണ്ടാവും? ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ആനിമലിൽ നിന്നുള്ള മിൽക്ക് കൺസപ്ഷൻ ഇൻറ്റസ്റ്റൈനിൽ ഉണ്ടാക്കാം. ദെൻ ടോൺസിൽസ് ആൻഡ് സ്കിൻ. ലങ്ങിലാണ് മോസ്റ്റ് കോമൺ പ്രൈമറി ടി ബി വരുന്നത്. ഓൾസോ നോൺ ആസ് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഗോൺസ് ലീഷൻസ് ഉണ്ടാവും, ഗോൺസ് കോംപ്ലക്സ് ഉണ്ടാവും, ആൻഡ് അതിൻ്റെ ഫേറ്റും പറയുന്നുണ്ട്. ഗോൺസ് ലീഷൻ എന്ന് പറയുമ്പോഴത്തേക്കും അതിൻ്റെ ഗോൺസ് ലീഷൻ എവിടെ കാണുന്നത്? ലോവർ പാർട്ട് ഓഫ് അപ്പർ ലോബ് ആൻഡ് അപ്പർ പാർട്ട് ഓഫ് ലോവർ ലോബിലാണ് ഗോൺസ് ലീഷൻ കാണുന്നത്. 2 to 4 weeks after the infection, a grey white area develops in the lungs, that is Gons focus. 2 to 4 weeks കഴിയുമ്പോൾ എന്തുണ്ടാവും? ഒരു ഗ്രേ വൈറ്റ് ഏരിയ ഡെവലപ്പ് ചെയ്യും ഇൻ ദി ലങ്സ്, ദാറ്റ് ഇസ് ഗോൺസ് ഫോക്കസ്. ആൻഡ് റീജിയണൽ ലിംഫ് അഡിനോപ്പതിയും കാണിക്കുന്നുണ്ട്. ഓക്കെ, ലിംഫ് അഡിനോപ്പതി എന്ന് പറയുമ്പോൾ ലിംഫ് അഡിനൈറ്റിസ് കാണിക്കുന്നുണ്ട്. ദെൻ ഗോൺസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോഴോ, ഗോൺസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് സബ് പ്ലൂറൽ പാരൻകൈമൽ ലങ് ലീഷൻസ് ആൻഡ് റീജിയണൽ lymph node involvement ഉണ്ട്. കോമ്പിനേഷൻ ഓഫ് സബ് പ്ലൂറൽ പാരൻകൈമൽ ലങ് ലീഷൻ ആൻഡ് റീജിയണൽ ആയിട്ടുള്ള ലിംഫ് നോഡ് ഇൻവോൾവ്മെൻറ്റ് വരുന്നുണ്ട്. ദെൻ ഫേറ്റ് ഓഫ് ഗോൺസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഏതൊരു ഹീലിംഗ് സംഭവിക്കാം അല്ലെങ്കിൽ സ്പ്രെഡ് സംഭവിക്കാം. സ്പ്രെഡ് എന്ന് പറയുമ്പോൾ എങ്ങോട്ട് സ്പ്രെഡ് ചെയ്യും? ലിംഫ് നോഡിലേക്കോ ബോണിലേക്കോ സ്പ്രെഡ് ചെയ്യാം. ഹീലിംഗ് എന്ന് പറയുമ്പോൾ എന്താ? ഫൈബ്രോസിസ്, പ്രോഗ്രസീവ് ഫൈബ്രോസിസ് ഉണ്ടാവും, വിച്ച് ഇസ് ഫോളോഡ് ബൈ ദി റേഡിയോളജിക്കലി ഡിറ്റക്റ്റബിൾ കാൽസിഫിക്കേഷൻ. ഫൈബ്രോസിസ്, പ്രോഗ്രസീവ് ഫൈബ്രോസിസ് ഫോളോഡ് ബൈ ദി എന്തുണ്ടാവും? കാൽസിഫിക്കേഷൻ നടക്കും, റേഡിയോളജിക്കലി ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള കാൽസിഫിക്കേഷൻ. ദെൻ അതർ സൈഡ് പറയുന്നതിന് മുമ്പ് ലങ്ങിലുള്ള ലീഷൻസിൻ്റെ ഫോട്ടോസ് നോക്കാം. ദീസ് ആർ ദി പിക്ചേഴ്സ് ഫിഗേഴ്സ് ഡെമോൺസ്ട്രേറ്റിംഗ് ദി പ്രൈമറി ട്യൂബർക്ലോസിസ്. ഇവിടെ നമുക്ക് കാണാം ഗോൺസ് ഫോക്കസ് ഇവിടെ ഉണ്ട്. ഈ പിക്ചറിൽ കുറച്ച് ക്ലിയർ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ദിസ് ഇസ് ഗോൺസ് ഫോക്കസ്. എവിടെ വന്നേ? ലോവർ പാർട്ട് ഓഫ് അപ്പർ ലോബ് അല്ലെങ്കിൽ അപ്പർ പാർട്ട് ഓഫ് ലോവർ ലോബിൽ ഡെവലപ്പ് ചെയ്യും. ഓക്കെ, ദിസ് ഈസ് ദി ഗോൺസ് ഫോക്കസ്. ഇത് ഗോൺസ് ഫോക്കസ് ലങ്ങിൽ മാത്രമായിരിക്കും ആയിരിക്കത്തില്ല ഉണ്ടാവുന്നത്. എവിടെ ഉണ്ടാവും? ലിംഫ് റീജിയണൽ ആയിട്ടുള്ള ലിംഫ് നോഡ്സിലും മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, ലൈക്ക് റീജിയണൽ ലിംഫ് അഡിനൈറ്റിസ് ആയിട്ട്. അതർ സൈറ്റ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ്? ഇൻറ്റസ്റ്റൈൻ ഉണ്ട്, നേരത്തെ പറഞ്ഞിരുന്നു. ഇൻറ്റസ്റ്റൈനിൽ എന്തായിരിക്കും വരിക? പ്രൈമറി ഫോക്കസ് ഇൻ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എലോങ് വിത്ത് ദി മീസെൻട്രിക് ലിംഫ് അഡിനൈറ്റിസ് ഉണ്ടാവും. മീസെൻട്രിക് ലിംഫ് അഡിനൈറ്റിസ് എലോങ് വിത്ത് പ്രൈമറി ഫോക്കസ് ഇൻ ദി സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ടോൺസിലാണെങ്കിലോ പ്രൈമറി ഫോക്കസ് ഫാരിങ്സിലാണ് വരുന്നത് ആൻഡ് എലോങ് വിത്ത് ദി സർവൈക്കൽ ലിംഫ് അഡിനൈറ്റിസ്. സ്കിന്നിലാണെങ്കിലോ പ്രൈമറി ഫോക്കസ് സ്കിന്നിലായിരിക്കും എലോങ് വിത്ത് ദി റീജിയണൽ ലിംഫ് നോഡ് ഇൻവോൾവ്മെൻറ്റ്. ഞാൻ മൈക്രോസ്കോപ്പിൽ നമുക്ക് കേഷ്യേറ്റിംഗ് ഗ്രാനുലോമ ആയിരിക്കും കാണിക്കുന്നത്. സെൻട്രൽ ഏരിയ ഓഫ് കേഷ്യസ് നെക്രോസിസ് സറൗണ്ടഡ് ബൈ ദി എപ്പിത്തീലിയൽ സെൽസ്. ഇറ്റ് ഇസ് സറൗണ്ടഡ് ബൈ ദി റിം ഓഫ് ലിംഫ് നോഡ്സ്. ഗ്രാനുലോമാസ് ആർ യൂഷ്വലി എൻക്ലോസ്ഡ് വിത്ത് ഫൈബ്രോബ്ലാസ്റ്റ്. അതായത് ഇവിടെ കേഷ്യസ് നെക്രോസിസ് ഉണ്ടാവും, കുറേ നെക്രോട്ടിക് മെറ്റീരിയൽസ് ഒക്കെ കാണും. ഇവിടെ കുറേ എപ്പിത്തീലിയൽ സെൽസ് ആയിരിക്കും വിത്ത് ദി ലാംഗ്ഹാൻസ് സെൽസ് 2 കാണും, 2 എത്ര വേണമെങ്കിലും കാണാം. ആൻഡ് ഇവിടെ കുറേ എപ്പിത്തീലിയൽ സെൽസ് കാണാൻ പറ്റും. ആൻഡ് ഇറ്റ് ഈസ് സറൗണ്ടഡ് ബൈ ദി lymph nodes. It is surrounded by the lymph nodes, and this lymph node is surrounded by fibroblast. Fibroblast number, that is granuloma formation. Next is secondary tuberculosis. Secondary tuberculosis എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ, tuberculosis developing in a previously sensitized individual is known as secondary tuberculosis. ഇവിടെ previously sensitized individualനാണ് ഡെവലപ്പ് ചെയ്യുന്നത്. സോഴ്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏത് റീഇൻഫെക്ഷൻ ആവാം അല്ലെങ്കിൽ റീആക്ടിവേഷൻ ഓഫ് ലേറ്റൻറ്റ് ഇൻഫെക്ഷൻ. ഏത് റീആക്ടിവേഷൻ ഓഫ് ലേറ്റൻറ്റ് ഇൻഫെക്ഷൻ ഓർ റീഇൻഫെക്ഷൻസ് ആവാം. ദെൻ മോർഫോളജി എന്തായിരിക്കും? മോർഫോളജി ഗ്രോസ് മോർഫോളജി, മോർഫോളജി എന്ന് പറയുമ്പോൾ ഗ്രോസ് ഫീച്ചേഴ്സും മൈക്രോസ്കോപ്പിക് ഫീച്ചേഴ്സും പറയണം. മൈക്രോസ്കോപ്പിക് ഫീച്ചർ നമ്മൾ ഓൾറെഡി കണ്ടു, കേഷ്യേറ്റിംഗ് ഗ്രാനുലോമ ഫോം ചെയ്യും. ഇത് കൂടാതെ ദേ ആർ ആസിഡ് ഫാസ്റ്റ് ബാച്ചിൽ. അതുകൊണ്ട് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ്ങിൽ മൈക്രോസ്കോപ്പിൽ എന്ത് കാണിക്കും? നമുക്ക് ബാസിലൈന് റെഡ് കളറിൽ കാണാൻ പറ്റും. ഗ്രോസിലാണെങ്കിൽ മെയിൻലി സൈറ്റ് അപ്പെക്സ് ഓഫ് ദി അപ്പർ ലോബിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. അപ്പിയറൻസ് ഇനീഷ്യലി സ്മോൾ ഫോക്കി ഓഫ് കൺസോളിഡേഷൻ, ഷാർപ്ലി സർക്കംസ്ക്രൈബ്ഡ്, firm and grey white to yellow in color. As you can see in this picture, they are
അപ്പർ ലോബിലാണ് ഡെവലപ്പ് ഇനീഷ്യലി അപ്പർ ലോബിലാണല്ലോ കൺസോൾട്ടേഷനായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഒരു ക്യാവിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഷാർപ്പ് ബോർഡേഴ്സ് ആണ്, ഷാർപ്പ് ആൻഡ് സർക്കംസ്ക്രൈബ്ഡ് ബോർഡർ ഫോം എന്ത് കളറാണ് വരുന്നത്? ഗ്രേ വൈറ്റ് ടു യെല്ലോ കളറായിട്ടായിരിക്കും വരുന്നത്. ഗ്രേ വൈറ്റ് ടു യെല്ലോ കളറാണ് വരുന്നത്. ഇതാണ് ഇനീഷ്യൽ ലീഷൻ കാണിക്കുന്നത്. ഇത് പ്രോഗ്രസീവ് ലീഷൻ ഉണ്ടോ സെക്കൻഡറി ട്യൂബർക്ലോസിസിൻ്റെ തന്നെ. ഫേറ്റ് ഓഫ് സെക്കൻഡറി ടി ബി ഇത് ഹീലിംഗ് അല്ലെങ്കിൽ പ്രോഗ്രഷൻ നടക്കും. ഹീലിംഗ് എന്ന് പറയുമ്പോൾ വിത്ത് ഫൈബ്രോസിസ് ആൻഡ് കാൽസിഫിക്കേഷൻ. പ്രോഗ്രഷൻ ആണെങ്കിലോ the progresses into the primary TB. Okay, either they progress in the primary TB, right? Like erosion into the bronchi. There's a release of central area of cachetic necrosis. അല്ലെന്നുണ്ടെങ്കിൽ എന്താ, ഇങ്ങനെ സെൻട്രൽ ഏരിയ ഓഫ് കേച്ചിറ്റിംഗ് നെക്രോസിസ് നടന്നൊരു ഭാഗത്ത് ഇറോഷൻ സംഭവിച്ചാൽ എന്ത് പറ്റും? ക്യാവിറ്റി ഡെവലപ്പ് ചെയ്യും അല്ലേ. ദാറ്റ് ഇസ് റിസൾട്ട് ഇൻ റേക്കിംഗ് ഇറഗുലർ എപ്പിക്കൽ ക്യാവിറ്റി സറൗണ്ടഡ് ബൈ ദി ഫൈബ്രോസിസ്. ഇത് കൂടാതെ ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്തായിരിക്കും? വെൻ പേഷ്യൻറ്റ് കഫ് സ്പ്യൂട്ടം കണ്ടെയ്ൻ ബാക്ടീരിയ. അതെന്ത് ചെയ്യും? ആ കഫ് അപ്പ് ചെയ്ത സ്പ്യൂട്ടം ചില സമയത്ത് ദേ സ്വാലോ ദ കഫ് അപ്പ് ദ സ്പ്യൂട്ടം. അങ്ങനെ ഇൻറ്റസ്റ്റൈനൽ ട്യൂബർക്ലോസിസ് വരാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്യൂബർക്ലോസിസ് വരാം. അതാണ് ഫേറ്റ് ഓഫ് സെക്കൻഡറി ടി ബിയുടെ പ്രോഗ്രഷൻ. ദെൻ ഇറോഷൻ ഓഫ് ബ്ലഡ് വെസൽ. ഇത് ഇറോഷൻ ഓഫ് പ്രൈമറി ടി ബി വരാം, അല്ലെങ്കിൽ ഇറോഷൻ ഓഫ് സെക്കൻഡറി ടി ബി ലൈക്ക് ബ്ലഡ് വെസൽസ് വരാം. ബ്ലഡ് വെസൽ ഇറോഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഹീമോപ്റ്റൈസിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. ദെൻ സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ. Spread of infection mainly airway spread ഉണ്ട്, lymphatic spread ഉണ്ട്, blood vessel spread ഉണ്ട്. Direct or local spread എന്ന് പറയുമ്പോൾ എന്താ? Pleural effusions develop ചെയ്യും. Tuberculosis empyema or obliterated fibrous pleuritis, that is ഇൻഫ്ലമേഷൻസ് ഒക്കെ ഡെവലപ്പ് ചെയ്യും. പ്ലൂറയിൽ കുറേ ഇൻഫ്ലമേഷൻ ചെയ്ത് പ്ലൂറൈറ്റിസ് ആവാം, അല്ലെങ്കിൽ പ്ലൂറൽ എഫ്യൂഷൻസ് ആയിട്ട് വരാം, അല്ലെങ്കിൽ എംപൈമ ഡെവലപ്പ് ചെയ്യുക. അങ്ങനെ ദെൻ സ്പ്രെഡ് ത്രൂ ദി ബ്രോങ്കി ഓർ എയർവേ ഓർ ബ്രോങ്കിൽ സ്പ്രെഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? ലൈക്ക് it may produce tuberculosis pneumonia spread ആയിട്ടുണ്ടെങ്കിൽ. ആൻഡ് ഓൾസോ intestinal tuberculosis. How it produces intestinal tuberculosis? Either from the consumption of unpasteurized milk, അല്ലെങ്കിലോ swallowing of cuffed of infective material in patient with open case of advanced pulmonary tuberculosis. That is mainly ഇലിയത്തിലായിരിക്കും ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. കഫ്ഡ് അപ്പ് ആയിട്ടുള്ള ഇൻഫെക്റ്റീവ് സ്പ്യൂട്ടം കൺസിസ്റ്റ് ഓഫ് സം ഇൻഫെക്റ്റീവ് മെറ്റീരിയൽ അല്ലേ. അപ്പം അവരത് സ്വാളോ ചെയ്യുമ്പോൾ എന്ത് പറ്റും? അത് ഇൻഡസ്ട്രിയിലെത്തും. ഇറ്റ് കോസസ് ഡിസീസ് ഓൺ ഇലിയം. ദെൻ സ്പ്രെഡ് അലോങ് ദി മ്യൂക്കോസൽ ലൈനിങ് എന്ന് പറയുമ്പം എൻഡോബ്രോങ്കിയൽ, എൻഡോട്രാക്കിയൽ ആൻഡ് ലെറിഞ്ചൽ ട്യൂബർക്ലോസിസ് ആയിരിക്കും ഇവർ ഡെവലപ്പ് ചെയ്തത്. മ്യൂക്കോസൽ ലൈനിങ്ങിൽ മൈക്കോബാക്ടീരിയ പ്രസൻറ്റ് ചെയ്ത് ഇങ്ങനത്തെ ഡിസീസ് ഇൻഫെക്ഷൻസ് ഉണ്ടാക്കും. ദെൻ ലിംഫാറ്റിക് സ്പ്രെഡ് എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, പ്രൈമറി ടി ബിയിൽ ലിംഫ് നോഡ് സ്പ്രെഡ് കൊണ്ട് ഗോൺസ് ഫോക്കസ് ലങ്സിലും സ്പ്രെഡ് ആവുന്നുണ്ട്. അങ്ങനെ ലിംഫ് നോഡ് സ്പ്രെഡ് ആകുമ്പം മിലിയറി പൾമണറി ഡിസീസ് ഉണ്ടാവും. ദാറ്റ് ഈസ് എങ്ങനെ ഉണ്ടാകുന്നത്? മെക്കാനിസം ഓഫ് ഡെവലപ്മെൻറ്റ് ഓഫ് മിലിയറി പൾമണറി ഡിസീസ് എങ്ങനെയാണ്? ട്യൂബർക്കിൾ ബാസിൽ എന്ത് ചെയ്യും? ഫസ്റ്റ് ഓഫ് ഓൾ ഡ്രെയിൻ ചെയ്യും ലിംഫാറ്റിക്സിലേക്ക്. ആ ലിംഫാറ്റിക്സിൽ എത്തിയവർ എന്ത് ചെയ്യും? വീനസ് ബ്ലഡിലേക്ക് എൻട്രി ചെയ്യും. വീനസ് ബ്ലഡ് എൻട്രി ചെയ്തിട്ടുണ്ടെങ്കിൽ റൈറ്റ് സൈഡ് ഓഫ് ലൈക്ക് എല്ലാം ഡ്രെയിൻ ലൈക്ക് വീനക്കാവയിലൂടെ റൈറ്റ് സൈഡ് ഓഫ് ഹാർട്ടിലേക്ക് എത്തും. റൈറ്റ് സൈഡ് ഓഫ് ഹാർട്ടിൽ നിന്ന് ബ്ലഡ് എങ്ങോട്ടാണ് പോകുന്നത്? പൾമണറി ആർട്ടറിയിലേക്ക്, അങ്ങനത്തെ ലങ്സിലേക്ക് എത്തും. ഇതാണ് മെക്കാനിസം ഓഫ് ഡെവലപ്മെൻറ്റ്. ലീഷൻസ് എങ്ങനത്തെ ആയിരിക്കും? മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്മോൾ യെല്ലോ നോഡുലാർ ലീഷൻസാണ് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ഇൻ ദി ലങ് പാരൻകൈമ ഓഫ് ബോത്ത് ദി ലങ്സ്, ആൻഡ് ഈച്ച് ലീഷൻ ഈസ് എയ്തർ മൈക്രോസ്കോപ്പിക് ഓർ സ്മോൾ വിസിബിൾ ഫോക്കെ ഓഫ് യെല്ലോ വൈറ്റ് കൺസോൾട്ടേഷൻ. നമ്മൾ നേരത്തെ കണ്ടിരുന്നു യെല്ലോ വൈറ്റ് ക്യാവിറ്റേഷനുള്ള കൺസോൾട്ടേഷൻസ് നമ്മൾ കണ്ടിരുന്നു. ദ റിസംബിൾസ് മില്ലറ്റ് സീഡ്, ഹെൻസ് നെയ്മഡ് മിലിയറി. ഓക്കെ, ദിസ് ഈസ് എ പിക്ചർ ഷോയിങ് മിലിയറി ട്യൂബർക്ലോസിസ്. ഇവിടെ കാണാം മില്ലറ്റ് ഷേപ്പിൽ ഇങ്ങനെ കുറച്ച് നെക്രോസിസ് സംഭവിച്ചിട്ടുണ്ട്. അതുകൂടാതെ എന്തുണ്ടാവും? ലിംഫാറ്റിക് സ്പ്രെഡ് വന്നാൽ ലിംഫാഡിനൈറ്റിസ് ഉണ്ടാവും. ഓക്കെ, ദെൻ സ്പ്രെഡ് വെയർ ദി ബ്ലഡ് വെസൽസ്. സ്പ്രെഡ് വെയർ ദി ബ്ലഡ് വെസൽസ് എന്ന് പറയുമ്പോഴത്തേക്കും സിസ്റ്റമിക് മിലിയറി ട്യൂബർക്ലോസിസ് occurs when the tubercle bacilli disseminated through the systemic arterial system. മിലിയറി ട്യൂബർക്ലോസിസ് ആർ മോസ്റ്റ് കോമൺലി ഇൻവോൾവ്. ഇങ്ങനെ സ്പ്രെഡ് ടു ബ്ലഡ് വെസലിലൂടെ സ്പ്രെഡ് ചെയ്ത് എങ്ങോട്ടൊക്കെ എത്തുന്നത്? ദേ ഇൻവോൾവ് ലിവർ, ബോൺ മാരോ, സ്പ്ലീൻ, adrenal, meninges, kidney, fallopian tube and epididymis. ഇവിടേക്കൊക്കെയാണ് ഇവർ സ്പ്രെഡ് ആവുന്നത്. ഓക്കെ, ദെൻ ഐസൊലേറ്റഡ് ഓർഗൻ tuberculosis. Isolated organ tuberculosis is dissemination of tubercle bacilli through the blood may seed any organ or tissue, resulting in isolated organ tuberculosis. Commonly involve meninges, that is tuberculosis meningitis. കിഡ്നിയിലാണെങ്കിൽ റീനൽ ട്യൂബർക്ലോസിസ് ഡെവലപ്പ് ചെയ്യും. അഡ്രീനൽ, ബോണിലാണെങ്കിൽ ഓസ്റ്റിയോമൈലൈറ്റിസ്, ആ ഒരു ഓർഗനിൽ മാത്രമായിട്ട് ഡെവലപ്പ് ചെയ്യാം. ഫലോപ്പിയൻ ട്യൂബിലാണെങ്കിൽ സാൽപിഞ്ചൈറ്റിസും, എപ്പിഡൈമൈസിലാണെങ്കിൽ എപ്പിഡൈമൈറ്റിസും ഡെവലപ്പ് ചെയ്യാം. ദീസ് ആർ ദി സ്പ്രെഡ് ഓഫ് ഇൻഫെക്ഷൻ.
ഈ ഒരു പിക്ചറിൽ പ്രൈമറി ടി ബിയുടെ കാണാം. പ്രൈമറി ടി ബി വരുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? കോൺസ് ഫോക്കസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്, കോൺസ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നുണ്ട്. കോൺസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ എന്താ? ലിംഫ് നോഡ് ഇൻവോൾവ്മെൻറ്റും വരുന്നുണ്ട്. ഇത് കൂടാതെ ഒരു പാരൻകൈമൽ ഇൻവോൾവ്മെൻറ്റും, പ്ലൂറൽ അല്ലെങ്കിൽ ലങ് പാരൻകൈമൽ ഇൻവോൾവ്മെൻറ്റ് അലോങ് വിത്ത് ലിംഫ് നോഡ് ഇൻവോൾവ്മെൻ്റ് ആണ് കോൺസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്. ദെൻ ഇത് കൂടാതെ എന്ത് സംഭവിക്കുന്നുണ്ട്? ഫേറ്റ് ഓഫ് പ്രൈമറി ട്യൂബർക്ലോസിസ് എന്താ? either ഹീലിംഗ് യൂസിങ് ത്രൂ ഫൈബ്രോസിസ്, കാൽസിഫിക്കേഷൻ ഓർ ഓസിഫിക്കേഷൻ, അല്ലെങ്കിൽ സ്പ്രെഡ്. ഓക്കെ, ദാറ്റ് ഇസ് പ്രോഗ്രഷൻ ഓഫ് പ്രൈമറി ടി ബി ഇൻറ്റു ഡിസെമിനേഷൻ ഓഫ് ട്യൂബർക്കുലോസിസ്. അല്ലെന്നുണ്ടെങ്കിൽ എന്താ? ലേറ്റൻറ്റ് ലീഷൻ എന്ത് ഡെവലപ്പ് ചെയ്യും? സെക്കൻഡറി ടി ബി ഡെവലപ്പ് ചെയ്യും. സെക്കൻഡറി ടി ബി എന്ന് പറയുമ്പോൾ എന്താ? ഡ്യൂ ടു റീആക്ടിവേഷൻ ഓർ റീഇൻഫെക്ഷൻ. അങ്ങനെ റീആക്ടിവേഷൻ ഓർ റീഇൻഫെക്ഷൻ എന്ത് ചെയ്യും? ദേ പ്രോഗ്രസസ് ടു ദി മിലിയറി ടി ബി. മിലിയറി ടി ബി എന്ന് പറയുമ്പോൾ എന്താ? ഡിഫറെൻറ്റ് ഓർഗൻസിനെ അവർ എഫക്റ്റ് ചെയ്യും. either ഐസൊലേറ്റഡ് ആയിട്ട് എഫക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സിസ്റ്റമിക് ആയിട്ട് എഫക്റ്റ് ചെയ്യാം. അങ്ങനെ അത് ഇതിനൊക്കെ എഫക്റ്റ് ചെയ്യും. ബ്രെയിനിൽ എഫക്റ്റ് ചെയ്യും, മെനിഞ്ചൈറ്റിസ്. ലങ്ങിന് എഫക്റ്റ് ചെയ്യാം, വെർട്ടിബ്രൽ എഫക്റ്റ് ചെയ്യും, ലിവർ, സ്പ്ലീൻ, അഡ്രീനൽ ഗ്ലാൻഡ്സ്, കിഡ്നി, ജോയിൻസ്, ഓസ്റ്റിയോമൈലൈറ്റിസ് ഡെവലപ്പ് ചെയ്യും, ബോൺസിലൊക്കെ എഫക്റ്റ് ആവും. ദെൻ കോംപ്ലിക്കേഷൻ ഓഫ് ട്യൂബർക്കുലോസിസ്. കോംപ്ലിക്കേഷൻസ് ഓഫ് ട്യൂബർക്കുലോസിസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് വരിക? ഹീമോപ്റ്റൈസിസ് വരാം, ബ്രോങ്കോ പ്ലൂറൽ ഫിസ്റ്റുല വരാം, ആസ്പെർജില്ലോമ വരാം. ഇതൊക്കെയാണ് മെയിൻ കോംപ്ലിക്കേഷൻസ് ആയിട്ട് പറയുന്നത്. സോ either if swallowing of the infected sputum എന്ത് ഡെവലപ്പ് ചെയ്യും? അതായത് ഇവിടെ സെക്കൻഡറി ടി ബിയുടെ അവിടെയാണ് swallowing of infected sputum കൂടുതൽ കൺസേൺ ആവുന്നത്. അങ്ങനെ swallowing of infected sputum എവിടെ എത്തും? ഇൻഡസ്റ്റൈനിലേക്ക് എത്തും. ഇൻഡസ്റ്റൈനിൽ മെയിൻലി ഇലിയത്തിലാണ് ഇവർ എഫക്റ്റ് ചെയ്യുന്നത്. അങ്ങനെ ഇൻഡസ്റ്റൈനൽ ട്യൂബർക്കുലോസിസ് ഡെവലപ്പ് ചെയ്യാം. ലിംഫാറ്റിക് സ്പ്രെഡ് വന്നാലോ? തൊറാക്സിക് ഡക്റ്റ് വഴി വീനസ് സർക്കുലേഷനിലെത്താം. വീനസ് സർക്കുലേഷനിൽ പൾമണറി ആർട്ടറി വഴി എങ്ങോട്ടെത്താം? ലങ്ങിലെത്താം. അങ്ങനെ മിലിയറി ട്യൂബർക്കുലോസിസ് ഓഫ് ലങ് ഡെവലപ്പ് ചെയ്യാം. അല്ലെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ട്യൂബർക്കുലർ ലിംഫിൽ തന്നെ ഇരുന്നിട്ട് ലിംഫഡിനൈറ്റിസ് ഉണ്ടാക്കാം. ഇഫ് സ്പ്രെഡ് വയ ബ്ലഡ് വെസൽസ് ആണെങ്കിലോ ഇത് പല ഓർഗൻസിൽ എഫക്ട് സിസ്റ്റമിക് മിലിയറി ട്യൂബർക്കുലോസിസ് ഉണ്ടാക്കും. ദാറ്റ് ഇസ് ബ്രെയിനിൽ എഫക്ട് ചെയ്യാൻ വെർട്ടിബ്ര, ലിവർ, സ്പ്ലീൻ, അഡ്രീനൽ, കിഡ്നി, ജോയിൻറ്റ്, ബോൺസിലൊക്കെ എഫക്റ്റ് ആക്കാം. ലോക്കൽ സ്പ്രെഡ് വരുവാണെങ്കിലോ പറൈറ്റൽ പ്ലൂറയിൽ വിസറൽ പ്ലൂറ ഉണ്ടല്ലോ, അവിടെ പ്ലൂറാസിന് ഇത് എഫക്റ്റ് ചെയ്യും. ബിറ്റ്വീൻ ആ ഒരു പ്ലൂറ ഉണ്ടല്ലോ, പ്ലൂറൽ എഫ്യൂഷൻ അല്ലെങ്കിൽ ട്യൂബർക്കുലസ് എംപൈമയൊക്കെ വരാം. സ്പ്രെഡ് വയ ബ്രോങ്കെ ഓർ ആൽവിയോളാർ എന്ന് പറയുമ്പോൾ ട്യൂബർക്കുലസ് ന്യൂമോണിയ ആയിട്ടായിരിക്കും വരുന്നത്, അപ്പം ഡെവലപ്പ് ആവുന്നത്. നെക്സ്റ്റ് സ്പ്രെഡ് അലോങ് ദി മ്യൂക്കോസൽ ലൈനിങ് ലീഡ്സ് ടു ലാരിഞ്ചൽ ടി ബി, എൻഡോട്രക്കൽ ടി ബി ആൻഡ് എൻഡോബ്രോങ്കിയൽ ടി ബി. ഇതൊക്കെ നമ്മൾ സ്പ്രെഡിൽ പറഞ്ഞിരുന്നു. ആൻഡ് കോംപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ 3 പറയുന്നത്. കോംപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇൻക്ലൂഡ്സ് ഹീമോപ്റ്റൈസിസ് ഡ്യൂ ടു ഇറോഷൻ, ബ്രോങ്കോ പ്ലൂറൽ ഫിസ്റ്റുല ഡ്യൂ ടു ക്യാവിറ്റി ഫോർമേഷൻ, ആസ്പെർജില്ലോമ ഡ്യൂ ടു സൂപ്പർ ഇൻഫെക്ഷൻസ്. ഓക്കെ, നൗ ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ. ക്ലിനിക്കൽ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും വരിക? ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ ഫീച്ചേഴ്സും ഉണ്ട്, സിസ്റ്റമിക് ആയിട്ട് ഇതുള്ളതുണ്ട്. ലോക്കലൈസ്ഡ് ആയിട്ടുള്ളതെന്ന് പറയുമ്പോൾ ദേ മേ റിമെയിൻ അസിംപ്റ്റോമാറ്റിക്. സിസ്റ്റമിക് ആണെങ്കിലോ നോൺ സ്പെസിഫിക് ആയിട്ട് മലേസ്, എനോറക്സിയ, വെയിറ്റ് ലോസ് ആൻഡ് ഫീവർ. ലോ ഗ്രേഡ് ഫീവർ ആയിരിക്കും മെയിൻലി വരുന്നത്, ഈവനിങ് റൈസ് ഓഫ് ടെമ്പറേച്ചർ. ദെൻ സ്പ്യൂട്ടം ആണെങ്കിൽ ഫസ്റ്റ് മ്യൂക്കോയിഡും ലേറ്റർ പ്യൂറുലൻറ്റ് സ്പ്യൂട്ടം ആയിരിക്കും ഡെവലപ്പ് ചെയ്യുന്നത്. ഹീമോപ്റ്റൈസിസ് ഡെവലപ്പ് ചെയ്യാം ആൻഡ് പ്യൂറൈറ്റിക് പെയിൻ. പിന്നെ എക്സ്ട്രാ പൾമണറി മാനിഫെസ്റ്റേഷൻസും ഡെവലപ്പ് ചെയ്യും. ഡയഗ്നോസിസ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് മൈക്രോബയോളജിയിലാണ്, പാത്തോളജിയിലല്ല. എന്നാലും ഡയഗ്നോസിസ് പറയാം. മൈക്രോബയോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് ഡയഗ്നോസിസ് ടേബിളിലൊക്കെ പറയുന്നുണ്ട്. പാത്തോളജിയിൽ പക്ഷേ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. എന്നാലും ഫസ്റ്റ് ഓഫ് ഓൾ ഈ ബാക്ടീരിയ ഓൾറെഡി ആദ്യമേ പറഞ്ഞ കാര്യമാണ്, ദേ ആർ ആസിഡ് ഫാസ്റ്റ് ബാസിലി. അതുകൊണ്ട് തന്നെ ട്യൂബർക്കുലർ ബാസിലി ഇൻ ദി സ്പ്യൂട്ടം എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് വെച്ചിട്ടാണ്. കൾച്ചർ ഓഫ് ദി സ്പ്യൂട്ടം, PCR ആംപ്ലിഫിക്കേഷൻ ആൻഡ് CB നാറ്റ് ടെസ്റ്റ് യൂസ് ചെയ്തിട്ടും ഡിറ്റക്ട് ചെയ്യാറുണ്ട്. സോ ദിസ് ഈസ് അബൌട്ട് ഡയഗ്നോസിസ് ഓഫ് ടി ബി. നമ്മളിപ്പോൾ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഡിഫറൻസ് പറയാൻ പറ്റും പ്രൈമറി ടി ബിൻ്റെ സെക്കൻഡറി ടി ബിയുടെ. പ്രൈമറി ടി ബി എന്ന് പറയുമ്പം ഏത് ടൈപ്പ് ഓഫ് ഇൻഫെക്ഷനാണ് അത്? ഇനീഷ്യൽ ഇൻഫെക്ഷൻ ഇൻ ആൻ അൺസെൻസിറ്റൈസ്ഡ് ഇൻഡിവിജ്വൽ, അതായത് ഡെഫിനിഷനാണ് പറയുന്നത്. സെക്കൻഡറി ടി ബി എന്ന് പറയുമ്പോൾ ഇൻഫെക്ഷൻ ഇൻ എ പ്രീവിയസ്ലി സെൻസിറ്റൈസ്ഡ് ഇൻഡിവിജ്വൽ. സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ എന്തായിരിക്കും? പ്രൈമറി ടി ബി ഫസ്റ്റ് ടൈം വരുമല്ലേ, അപ്പം എക്സോജിനസ് ആയിരിക്കും. വേറെ സെക്കൻഡറി ടി ബി എന്നുള്ളതോ റീആക്ടിവേഷൻ ആയതുകൊണ്ട്, റീഇൻഫെക്ഷൻ അല്ലെങ്കിൽ റീആക്ടിവേഷൻ ആയതുകൊണ്ട് എൻഡോജിനസ് ഇൻഫെക്ഷനാണ്. സൈറ്റ് ഓഫ് ലങ് ഇൻവോൾവ്ഡ്. പ്രൈമറി ടി ബി ആണെങ്കിൽ ലോവർ പാർട്ട് ഓഫ് അപ്പർ ലോബ്, അപ്പർ പാർട്ട് ഓഫ് ലോവർ ലോബ്. വേറെ സെക്കൻഡറി ടി ബി ആണെങ്കിലോ ഓൾമോസ്റ്റ് എല്ലായിടത്തും എഫക്റ്റ് ആവില്ലേ. എപെക്സ് ആൻഡ് പോസ്റ്റീരിയർ സെഗ്മെൻറ്റിൽ എഫക്റ്റ് ആക്കാം ഓഫ് ദി അപ്പർ ലോബ് ഓർ സുപ്പീരിയർ സെഗ്മെൻറ്റ് ഓഫ് ദി അപ്പർ ലോബിൽ കൂടുതലായിട്ട് എഫക്റ്റ് ആവുന്നത് കൂടുതലായിട്ടും. ദെൻ റീജിയണൽ ലിംഫ് നോഡ് ഇൻവോൾവ്മെൻറ്റ് എന്തൊക്കെയാണ്? സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പ്രൈമറി ടി ബിയിലും സെക്കൻഡറി ടി ബിയിൽ അത്ര പ്രോമിനൻ്റ് ആയിരിക്കത്തില്ല. കാരണം ലിംഫ് നോഡിൽ നിന്ന് പല ഡിഫറെൻറ്റ് ഓർഗൻസിലേക്ക് അത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവും. ദെൻ സ്പ്യൂട്ടം ഫോർ AFP സ്റ്റെയിനിങ് റയർലി പോസിറ്റീവ് കാണിക്കും പ്രൈമറി ടി ബിയിൽ, വെറാസ് കോമൺലി പോസിറ്റീവ് ഇൻ സെക്കൻഡറി ടി ബി. ക്യാവിറ്റി ഫോർമേഷൻ സെക്കൻഡറി ടി ബിയിൽ, പ്രൈമറി ടി ബിയിൽ ഗ്രാനുലോമ ഫോർമേഷൻ ആയിരുന്നു ഉള്ളത്. ഹീലിംഗ് വരുന്നത് എവിടെയാണ്? ഹീലിംഗ് ബൈ കാൽസിഫിക്കേഷൻ ഓൺ പ്രൈമറി ടി ബി, വെറാസ് ത്രൂ ഫൈബ്രോസിസ് ബൈ ഇൻ സെക്കൻഡറി ടി ബി.
Then extra pulmonary complications are very common in primary TB, and lesion usually localized to the lung in case of secondary TB. അതാണ് മിലിയറി ട്യൂബർക്ലോസിസ് ഡെവലപ്പ് ചെയ്യുന്നത്. കുറേ ലങ്ങിൽ തന്നെ കുറേ ലീഷൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. This is about the difference between primary TB and secondary TB. Thank you for watching.